देवदेव कलयामि ते चरणाम्बुजसेवनं देवदेव कलयामि ते चरणाम्बुजसेवनं. നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. देवदेव कलयामि ते चरणाम्बुजसेवनं देवदेव कलयामि ते चरणाम्बुजसेवनं देवदेव कलयामि. നെടുമ്പാശ്ശേരി കാലടി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. പരിപാലയ മാം പരിപാലയ മാം. പേര് പോലെ തന്നെ ശിവനും നാരായണനും, ശിവനും മഹാവിഷ്ണുവും കൂടി ചേർന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ശിവലിംഗത്തിൽ തന്നെ ശിവനെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നു. പരിപാലയ മാം ശ്രീ പരിപാലയ മാം. ശ്രീ പത്മനാഭമൂരാരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശമാണ്. ശങ്കരാചാര്യർ തന്റെ ചെറുപ്പകാലത്ത് എല്ലാ ദിവസവും ദർശനം നടത്തിയിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പണ്ട് ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നും ശ്രീ ശങ്കരാചാര്യർ ഇവിടെ വന്ന് ശിവസ്തോത്രം ചൊല്ലിയപ്പോൾ ഇവിടെ ശിവ സാന്നിധ്യമുണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. ഭസ്മതൃനേത്രകളേ രുണ്ടമാല ഭസ്മതൃനേത്രകളേ രുണ്ടമാല ഭസ്മതൃനേത്രകളേ രുണ്ടമാല ഭൂതന കേ സംഗ നാചത് ഭൃംഗി ഭൂതന കേ സംഗ नाचत भृंगी शंकर श्री नाथ प्रभु के नृत्य विराजित चित्र सभा में शंकर श्री नाथ प्रभु के. പ്രഥമ ജ്ഞാനപീഠം പുരസ്കാര ജേതാവായ ശ്രീ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കൊട്ടിപ്പാടി സേവ നടത്തിയിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. പരിപാലയ മാം ശ്രീ പത്മനാഭമൂരാരി പരിപാലയ മാം. ശ്രീ പത്മനാഭമൂരാരെ പരിപാലയ മാം ശ്രീ പത്മനാഭമൂരാരെ പരിപാലയ മാം. അതിപുരാതനമായ ചുവർ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. താതൈത കീടതക ശ്രുതിഗതിരാജേ താതൈത കീടതക ശ്രുതിഗതിരാജേ താതൈത കീടതക ശ്രുതിഗതിരാജേ പരമനാഭമന കമല വിരാജേ कमल विराजे शंकर श्री नाथ प्रभु की नृत्य विराजित चित्र सभा में शंकर श्री नाथ प्रभु की नृत्य विराजित चित्र सभा में शंकर श्री
नाथ प्रभु के आ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്നും കാലടിയിലേക്ക് പോകുന്ന വഴിയിൽ നായത്തോട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എറണാകുളം സിറ്റിയിൽ നിന്നും ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എല്ലാവരും വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുക. ശ്രീ പന്നഗേന്ദ്രശയന ശ്രീ ഏകദേശം 1200 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ചക്രവർത്തി ചേരമാൻ പെരുമാൾ നായനാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 4 സൈഡിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കെട്ടുണ്ട്. അതായത് ബലിക്കൽ പുര പോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ഒരു കെട്ടുണ്ട്. ഈ ക്ഷേത്രം 2 ദേശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 2 അതിരുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേശാന്തര ഗമനം പാടില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു. ഇവിടെ 2 പ്രതിഷ്ഠയുള്ളത് കൊണ്ട് തന്നെ ഉത്സവ സമയത്ത് ഒരു കുഴിയിൽ 2 കൊടിമരം നാട്ടാറുണ്ട്. അതുപോലെ തന്നെ ആനപ്പുറത്ത് 2 തിടമ്പ് എടുത്തിട്ടാണ് ഉത്സവം നടത്താറുള്ളത്. അതുപോലെ 2 തന്ത്രിമാരും ഉണ്ടാവും. അതിപുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ള ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രമാണിത്. എന്നാൽ പോലും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇതുപോലെ അറിയപ്പെടാതെ ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്. ഈ എപ്പിസോഡ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം സന്ദർശിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതുപോലുള്ള അറിയുന്നതും അറിയപ്പെടാത്തതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇനിയും ശ്രേഷ്ഠ അധ്യായത്തിലൂടെ മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.